Good morning, my dear students. Welcome back to our online class. In the last class, we have learned our 5th chapter. Today, we are going to study our 6th chapter. The title of the chapter is Understanding of Maps. Here we can see some pictures. These are the accounts of sea voyages of some eminent travelers of different periods. First, we are going to discuss Christopher Columbus. See the description. Christopher Columbus was born in the Republic of Genoa, presently northwestern Italy, in the 15th century. He was a well-known sailor and explorer. He came to know about the natural resources of India and started his first voyage in search of India through the Atlantic Ocean in 1492 AD. 15ാം നൂറ്റാണ്ടിൽ റിപ്പബ്ലിക് ഓഫ് ജനോവയിലാണ് ക്രിസ്റ്റഫർ കൊളംബസ് ജനിച്ചത്. ഒരു നാവികൻ, അതുപോലെ തന്നെ എക്സ്പ്ലോറർ എന്നീ നിലകളിൽ വളരെയധികം പ്രശസ്തി നേടിയ വ്യക്തിയായിരുന്നു ക്രിസ്റ്റഫർ കൊളംബസ്. നാച്ചുറൽ റിസോഴ്സസ് കൊണ്ട് സമൃദ്ധമായ ഇന്ത്യയെക്കുറിച്ച് കേട്ടറിഞ്ഞ് അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ ഇന്ത്യയെ തേടിയുള്ള തൻ്റെ ആദ്യ കപ്പൽ യാത്ര AD 1492 അദ്ദേഹം നടത്തി. In order to know the route, Columbus and his team traveled with a large leather-wrapped globe on which places were marked. They also used another such sphere to mark the location of stars. ഈ യാത്രയിൽ വഴി അറിയുന്നതിനായി വലിയൊരു സ്ഫിയർ ലെതർ കൊണ്ട് പൊതിഞ്ഞ് അതിൽ സ്ഥലങ്ങൾ രേഖപ്പെടുത്തിയാണ് കൊളംബസും കൂട്ടുകാരും സഞ്ചരിച്ചിരുന്നത്. നക്ഷത്രങ്ങളുടെ സ്ഥാനം അടയാളപ്പെടുത്തുന്നതിനായി ഇത്തരത്തിലുള്ള മറ്റൊരു സ്ഫിയറും ഇവർ ഉപയോഗിച്ചിരുന്നു. But Columbus lost his route and reached some islands near the North American continent. This was because of the lack of accurate maps and other navigational aids. എന്നാൽ കൊളംബസിന്റെ യാത്ര വഴിതെറ്റി ഇന്നത്തെ നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റിന് സമീപമുള്ള ചില ഐലൻഡുകളിൽ എത്തിച്ചേരുകയാണ് ഉണ്ടായത്. വഴികാട്ടാൻ കൃത്യമായ മാപ്പുകളോ മറ്റ് നാവിഗേഷണൽ എയ്ഡുകളോ ഇല്ലാത്തതായിരുന്നു ഇതിന് കാരണം. നെക്സ്റ്റ് വൺ, ഫെർഡിനൻഡ് മെഗല്ലൻ. Ferdinand Magellan was born in the 16th century in northern Portugal in Europe. With an unquenchable quest to travel around the world, the Portuguese explorer Magellan and his team started their voyage from Europe in September 1590. Magellan 16ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ നോർത്തേൺ പോർച്ചുഗലിൽ ജനിച്ചു. ലോകം ചുറ്റി സഞ്ചരിക്കുക എന്ന അടങ്ങാത്ത മോഹത്താൽ 1519 സെപ്റ്റംബറിൽ യൂറോപ്പിൽ നിന്ന് പോർച്ചുഗീസ് എക്സ്പ്ലോററായ മെഗല്ലനും കൂട്ടുകാരും കപ്പൽ യാത്ര ആരംഭിച്ചു. Their aim was to travel through the Atlantic Ocean and the Pacific Ocean and to return to Europe. They used maps prepared in the 16th century to know the exact location of continents. അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെ സഞ്ചരിച്ച് പസഫിക് ഓഷ്യനും കടന്ന് യൂറോപ്പിൽ തിരിച്ചെത്തുകയായിരുന്നു ലക്ഷ്യം. കോണ്ടിനെന്റുകളുടെ സ്ഥാനം അറിയുന്നതിനായി 16ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട മാപ്പുകൾ ഇവർ ഉപയോഗിച്ചിരുന്നു. When the journey prolonged for years, discontent arose among them. When they reached the Philippines Islands in the Pacific Ocean, they had a war with the inhabitants of Mactan Island and Magellan was killed in the war. എന്നാൽ യാത്ര വർഷങ്ങൾ നീണ്ടതോടെ കപ്പലിൽ കലഹങ്ങളായി. പസഫിക് ഓഷ്യനും കടന്ന് ഫിലിപ്പൈൻസ് ഐലൻഡിലെത്തിയ ഇവർ അവിടുത്തെ മാക്ടൺ ഐലൻഡിലുള്ളവരുമായി യുദ്ധത്തിലേർപ്പെടുകയും ഈ പോരാട്ടത്തിൽ മെഗല്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു. Those who survived returned to Europe in September 1522. In an age when there were no detailed maps or other facilities to know the exact route, it took 3 years for them to travel around the world. കപ്പലിൽ ബാക്കിയായവർ 1522 സെപ്റ്റംബറിൽ യൂറോപ്പിൽ തിരിച്ചെത്തുകയാണുണ്ടായത്. ഡീറ്റെയിൽ ആയിട്ടുള്ള മാപ്പുകളോ റൂട്ട് അറിയാനുള്ള മറ്റ് സൗകര്യങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് ഇവർക്ക് ലോകം ചുറ്റി സഞ്ചരിക്കുന്നതിന് ഏകദേശം 3 വർഷം വേണ്ടി വന്നു. നെക്സ്റ്റ് വൺ, ലഫ്റ്റനന്റ് കമാൻഡർ അഭിലാഷ് ടോമി.
The Indian sailor Abhilash Tomi was born at Trypunithara in the Ernakulam district of Kerala. He set out on a sea voyage around the world from Mumbai in November 2012. ഇന്ത്യൻ സെയിലറായ അഭിലാഷ് ടോമി കേരളത്തിലെ എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ള തൃപ്പൂണിത്തറയിൽ ജനിച്ചു. 2012 നവംബറിൽ സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിക്കുവാൻ മുംബൈയിൽ നിന്ന് യാത്ര തിരിച്ചു. Overcoming many challenges en route, he traveled around the world and returned the shores of Mumbai on 31st March 2013. സമുദ്രത്തിലെ പല വിധത്തിലുള്ള തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് ലോകം ചുറ്റി 2013 മാർച്ച് 31 മുംബൈയിൽ തിരിച്ചെത്തി. It was with the help of accurate maps and other modern instruments that he could complete his journey around the world in about 150 days without losing his way. കൃത്യമായ മാപ്പുകളുടെയും ആധുനിക ഉപകരണങ്ങളുടെയും സഹായത്താലാണ് വഴി തെറ്റാതെ ഏകദേശം 150 ദിവസം കൊണ്ട് ലോകം ചുറ്റി സഞ്ചരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. ഇപ്പോൾ നമ്മളിവിടെ വായിച്ചത് 3 പേരുടെ സി വോയേജസിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് ആണ് അല്ലേ. ക്രിസ്റ്റഫർ കൊളംബസ്, മെഗല്ലൻ ആൻഡ് ലെഫ്റ്റനൻറ്റ് കമാൻഡർ അഭിലാഷ് ടോമി. ഈ 3 പേരുടെ സി വോയേജസിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചു. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. ആദ്യത്തെ 2 പേര്, അതായത് കൊളംബസ്, മെഗല്ലൻ, ഇവരുടെ 2 പേരുടെയും സി വോയേജസിൻ്റെ ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ നമുക്കറിയാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ സി വോയേജസിന് വേണ്ടിയിട്ട് ഒരുപാട് ദിവസങ്ങൾ എടുത്തിരുന്നു അല്ലേ. പ്രൊലോങ്ഡ് വോയേജസ് ആണ് അവരുടെ. കാരണം എന്തായിരുന്നു, അവരുടെ കയ്യിൽ അന്നത്തെ കാലത്ത്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു മാപ്സോ അതുപോലെ തന്നെ നാവിഗേഷണൽ എയ്ഡ്സുകളോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവരുടെ സീ വോയേജസ് ഒരുപാട് കാലം നീണ്ടു നിന്നത്. എന്നാൽ മൂന്നാമത് നമ്മൾ വായിച്ചിട്ടുള്ള ലെഫ്റ്റനൻറ്റ് കമാൻഡർ അഭിലാഷ് ടോമി അല്ലേ, അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ സീ വോയേജസ് വായിച്ചപ്പോൾ ഏകദേശം ഒരു 150 ഡേയ്സ് കൊണ്ട് അദ്ദേഹത്തിന് വേൾഡ് മുഴുവൻ ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞു. കാരണം അതെന്നാണ് ഈ 2013 അല്ലേ, 2012-13 ഉള്ള ഒരു പീരീഡിലാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഏകദേശം 150 ഡേയ്സ് കൊണ്ട് ഈ ഒരു വേൾഡ് ചുറ്റി സഞ്ചരിക്കാൻ കാരണമായത് എന്താണ്, ഒരുപാട് ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്സുകളും അതുപോലെ തന്നെ മോഡേൺ ഇൻസ്ട്രുമെൻസും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ജേണി വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചത്. So, it is astonishing to note that the Columbus and Magellan made prolonged voyages when there were no maps or other sophisticated equipments to help them in navigation. അല്ലേ. അപ്പോൾ നമുക്കറിയാം അന്ന് പ്രൊലോങ്ഡ് വോയേജസ് ആവാനുള്ള കാരണം തന്നെ എന്തായിരുന്നു, അന്നത്തെ കാലത്ത് ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പില്ല, അതുപോലെ തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ആധുനിക രീതിയിലുള്ള എക്യുപ്മെൻറ്റ്സുകളൊന്നും തന്നെ സഹായിക്കാനുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. Then it should be clear to you that with the help of accurate and detailed maps and modern technology, one can travel around the world without losing the way. എന്നാൽ മൂന്നാമത്തെ അഭിലാഷ് ടോമിയുടെ ഡിസ്ക്രിപ്ഷൻ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഇറ്റ് ഷുഡ് ബി clear to you with the help of accurate and detailed map. ആക്യുറേറ്റ് ആയിട്ടുള്ളതും ഡീറ്റെയിൽ ആയിട്ടുമുള്ള മാപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോഡേൺ ടെക്നോളജി ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, വൺ ക്യാൻ ട്രാവൽ അറൗണ്ട് ദ വേൾഡ് വിതൗട്ട് ലോസിങ് ദ വേ അല്ലേ. ഒരുപാട് ദിവസം ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ലോകം ചുറ്റി സഞ്ചരിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് മാപ്സ് എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ എന്തിനെ കുറിച്ചിട്ടാണ്, ഇമ്പോർട്ടൻസ് ഓഫ് മാപ്പുകളുടെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്സുകൾ, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദി ടോപ്പിക് ഇമ്പോർട്ടൻസ് ഓഫ് മാപ്സ്. Maps are important tools for geographers. You can illustrate your classroom, school, and its premises and your locality on a paper. Similarly, any place on the earth can illustrate it on a paper. ഇനി നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് മാപ്പ് അല്ലേ, മാപ്പിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം.
മാപ്സ് ആർ ഇമ്പോർട്ടൻറ്റ് ടൂൾസ് ഫോർ ജോഗ്രഫേഴ്സ്. ജോഗ്രഫേഴ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് എന്ത്, മാപ്പ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് റൂം ആയാലും അതുപോലെ തന്നെ സ്കൂളായാലും പിന്നെ അതിൻ്റെ പ്രിമിസസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിൻ്റെ ചുറ്റുപാടുകൾ, പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ ലൊക്കാലിറ്റി എല്ലാം തന്നെ ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഇല്ലുസ്ട്രേറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ സിമിലർലി എനി പ്ലേസ് ഓൺ ദി എർത്ത് ക്യാൻ ബി ഇല്ലുസ്ട്രേറ്റ് ഓൺ എ പേപ്പർ. അപ്പം ഇതേപോലെ തന്നെ നമ്മുടെ എർത്തിലെ ഏതൊരു പ്ലേസും എന്ത് ചെയ്യാം, ഒരു പേപ്പറിൽ ഇല്ലുസ്ട്രേറ്റ് ചെയ്യാം. ട്രൂ റെപ്രസെൻറ്റേഷൻ ഓഫ് ദി ഫീച്ചേഴ്സ് ഓഫ് എർത്ത് സർഫസ് ഓൺ എ 2-dimensional പ്ലെയിൻ ഈസ് കോൾഡ് എ മാപ്പ്. അപ്പം എന്താണ് മാപ്പ്? True representation of the features of Earth's surface on a 2-dimensional plane is called a map. മാപ്പ് എന്ന് പറഞ്ഞാൽ എർത്തിൻ്റെ സർഫസിലെ അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ ട്രൂ റെപ്രസെൻറ്റേഷനാണ്. അതെങ്ങനെയാണ്? ഒരു 2-dimensional പ്ലെയിനിൽ എർത്തിൻ്റെ സർഫസിലെ ഫീച്ചേഴ്സിൻ്റെ ട്രൂ റെപ്രസെൻറ്റേഷനെ നമുക്ക് എന്ത് വിളിക്കാം? മാപ്പ് എന്ന്. Then it is believed that maps were in use for centuries, but they were not as accurate as modern maps. ഇപ്പം നമുക്കറിയാം ഒരുപാട് സെഞ്ചുറീസിൻ്റെ മുന്നേ തന്നെ മാപ്സുകൾ യൂസ് ചെയ്തിരുന്നു. പക്ഷേ അതെന്താണ് അതിനുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ they were not as accurate as modern maps. നമ്മുടെ ഇന്നത്തെ മാപ്പുകളെ, മോഡേൺ മാപ്സുകളെ പോലെ അത് ആക്യുറേറ്റ് ആയിരുന്നില്ല, കൃത്യതയുള്ളതായിരുന്നില്ല. നമ്മളിപ്പോൾ ഫെർഡിനൻഡ് മെഗല്ലൻ്റെ വോയേജ് വായിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, അവർ 16th സെഞ്ചുറിയിൽ യൂസ് ചെയ്തിട്ടുള്ള മാപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന്. പക്ഷേ അതുകൊണ്ടൊന്നും അവർക്ക് വലിയൊരു ഗുണം കിട്ടിയിട്ടില്ല. കാരണം അതെന്താണ്, അത് ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പായിരുന്നില്ല എന്നുള്ളതാണ്. Then maps showing the detailed information about the Earth's features have become inevitable in the modern world. Today, different types of maps are used in different fields. ഇപ്പം നമുക്കറിയാം ഇന്ന് ഡിഫറെൻറ്റ് ഫീൽഡ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മാപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതെന്ന് നോക്കാം. ഏതൊക്കെ ഫീൽഡിലാണ് അല്ലേ, ഏതൊക്കെ ഫീൽഡിലാണ് നമ്മൾ മാപ്പുകൾ യൂസ് ചെയ്യുന്നത്. ഐഡൻറ്റിഫൈ ദ ഫീൽഡ്സ് വേർ മാപ്സ് ആർ യൂസ്ഡ്. ഇന്ന് നമ്മൾ ഒരുപാട് ഫീൽഡ്സിൽ മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏതൊക്കെ ഫീൽഡ്സിലാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലേണിംഗ് ജോഗ്രഫി, ദെൻ സെക്കൻഡ് വൺ ഡിഫെൻസ്, തേർഡ് വൺ ടൂറിസം, ഫോർത്ത് വൺ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെക്സ്റ്റ് ട്രാൻസ്പോർട്ട് അല്ലേ. ഇപ്പോൾ ഒരുപാട് ഫീൽഡ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന് ചില എക്സാമ്പിളുകളാണ് കൊടുത്തിട്ടുള്ളത്. ലേണിംഗ് ജോഗ്രഫി പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഡിഫെൻസ് മീൻസ് പ്രതിരോധം അല്ലേ, നമ്മുടെ ഡിഫെൻസ് ഫോഴ്സ് അല്ലേ, ആർമി, എയർഫോഴ്സ്, അതുപോലെ തന്നെ നേവി അല്ലേ, ഇങ്ങനെയുള്ള ഡിഫെൻസ് ഫീൽഡിൽ. ദെൻ ടൂറിസം ഫീൽഡിൽ ഉപയോഗിക്കുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷൻ, ട്രാൻസ്പോർട്ട്, ഈ ഫീൽഡിലെല്ലാം തന്നെ നമ്മൾ മാപ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഫീൽഡുകളിലല്ലാതെ ഇപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളതല്ലാതെ ആളുകൾ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ആദ്യത്തെ പറഞ്ഞു ലേണിംഗ് ജോഗ്രഫി അല്ലേ, ജോഗ്രഫി പഠിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റുഡൻസ് മാത്രമല്ല, അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് മാത്രമല്ല, അല്ലാതെയുള്ള ആളുകളും മാപ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആരൊക്കെയായിരിക്കും? ഇൻഡസ്ട്രിയലിസ്റ്റ്, ഹിസ്റ്റോറിയൻസ്, പൈലറ്റ്സ്, captains of ships also used maps അല്ലേ. അപ്പോൾ സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് മാത്രമല്ല, ഇൻഡസ്ട്രിയലിസ്റ്റ് ഉപയോഗിക്കുന്നുണ്ട്, ഹിസ്റ്റോറിയൻസ്, പൈലറ്റ്സ്, അതുപോലെ തന്നെ ഷിപ്സിലെ ക്യാപ്റ്റൻസ്, ഇങ്ങനെയുള്ളവരെല്ലാവരും തന്നെ മാപ്പുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ആളുകൾ, അപ്പോൾ നമുക്കറിയാം മാപ്പുകളുടെ ഇമ്പോർട്ടൻസ് അത്രത്തോളമാണെന്ന്. അപ്പോൾ എല്ലാവരും മാപ്പ് ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരേ ടൈപ്പ് മാപ്പുകളല്ല, ഓരോ ഫീൽഡിലും വ്യത്യസ്ത തരത്തിലുള്ള മാപ്പുകളാണ്. നെക്സ്റ്റ് വൺ, ഹിസ്റ്ററി ഓഫ് മാപ്സ്. Maps of 15th and 16th centuries were not accurate, and hence the journeys of Columbus and Magellan were long and they lost their ways as well. ഇപ്പം നമുക്കറിയാം 15th and 16th സെഞ്ചുറിയിലെ മാപ്പുകളൊക്കെ തന്നെ
എന്തായിരുന്നില്ല, നോട്ട് ആക്യുറേറ്റ് അല്ലേ, ആക്യുറേറ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എന്താണ് കൊളംബസ് മെഗല്ലൻ അവരുടെ സീ വോയേജസ് ഒരു ഫെയിലിയർ ആവാൻ കാരണം, അല്ലെങ്കിൽ അവർ പ്രൊലോങ്ഡ് വോയേജസ് ആവാൻ തന്നെ കാരണം. ദെൻ സീ ദ പിക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് മാപ്സ്. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കുറച്ച് മാപ്സുകളുടെ പിക്ചർ കാണുന്നുണ്ട് അല്ലേ. അത് ഡിഫറെൻറ്റ് പീരീഡ്സിലുള്ള ഡിഫറെൻറ്റ് മാപ്സുകളാണ്. ഇപ്പോൾ ഫസ്റ്റ് പിക്ചർ മെസപ്പൊട്ടോമിയൻ മാപ്പ്. മെസപ്പൊട്ടോമിയൻ മാപ്സ് ക്ലേ പ്ലേറ്റ് അല്ലേ, ക്ലേ പ്ലേറ്റിലുള്ള മെസപ്പൊട്ടോമിയൻ മാപ്പ്. സെക്കൻഡ് പിക്ചർ നോക്കിയേ, സെക്കൻഡ് പിക്ചർ അനാക്സിമാൻഡേഴ്സ് വേൾഡ് മാപ്പ്. അനാക്സിമാൻഡറുടെ വേൾഡ് മാപ്പാണ് സെക്കൻഡ് പിക്ചർ. ദെൻ നെക്സ്റ്റ് വൺ തേർഡ് പിക്ചർ നോക്കുക, വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഹിപ്പാർക്കസ്. ഹിപ്പാർക്കസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേൾഡ് മാപ്പാണ്. ദെൻ അടുത്തൊരു പിക്ചർ കാണാം അല്ലേ, വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ടോളമി. അടുത്തത് എന്താണ്, ടോളമി പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേൾഡ് മാപ്പാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാപ്പുകളാണ് ഇതെല്ലാം തന്നെ. അപ്പോൾ ഈ മാപ്പുകളൊക്കെ നോക്കിയാൽ തന്നെ എന്താണ് നമുക്ക് കാണാം, ദിസ് ഈസ് നോട്ട് ആക്യുറേറ്റ് അല്ലേ, ആൻഡ് ക്ലിയർ ആസ് ദി പ്രസൻറ്റ് ഡേ മാപ്സ്. ഇന്നത്തെ പോലെ തന്നെ, ഇന്നത്തെ കാലത്തുള്ള പോലെ ഒരു ക്ലിയർ ആയിട്ടുള്ളതും ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു മാപ്പുകളല്ല എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു മാപ്പല്ല ആദ്യകാലത്ത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ദെൻ ഇനി അതേപോലെ തന്നെ അടുത്തൊരു പിക്ചർ കാണാം നിങ്ങൾക്ക്, മെർക്കാൻഡർ അല്ലേ, മെർക്കാൻഡർ വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ മെർക്കാൻഡർ. മെർക്കാൻഡർ പ്രിപ്പയർ ചെയ്തിട്ടുള്ള വേൾഡ് മാപ്പ്. പിന്നെ അതേപോലെ തന്നെ ഓർട്ടിലിയസ്, വേൾഡ് മാപ്പ് പ്രിപ്പയർഡ് ബൈ ഓർട്ടിലിയസ്. ഓർട്ടിലിയസിൻ്റെ വേൾഡ് മാപ്പ് കാണാം. അപ്പോൾ ഈ പിക്ചറിലെല്ലാം തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, ആദ്യകാലത്തുണ്ടായിട്ടുള്ള മാപ്സുകളെല്ലാം തന്നെ എന്താണ്, നോട്ട് ആക്യുറേറ്റ് ആൻഡ് ക്ലിയർ ആസ് ദി പ്രസൻറ്റ് ഡേ മാപ്സ് അല്ലേ. ഇന്നത്തെ പോലെ തന്നെ ക്ലിയർ അല്ല, ആക്യുറേറ്റ് അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് ദ ഹിസ്റ്ററി ഓഫ് മാപ്സ് ആർ ആസ് ഓൾഡ് ആസ് ഹ്യൂമൻ സിവിലൈസേഷൻ. The Mesopotamian plates prepared on baked clay plates about 5,000 years ago are considered the oldest maps. On these plates, there were specific lines and symbols that helped to depict the peculiarities of even small places. It is believed that the history of maps are as old as human civilization. ഹ്യൂമൻ സിവിലൈസേഷനോളം തന്നെ പഴക്കമുള്ളതാണ് മാപ്പുകളുടെ ഹിസ്റ്ററിയും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. The Mesopotamian plates prepared on baked clay plates about 5,000 years ago are considered the oldest maps. അപ്പോൾ ഏറ്റവും ഓൾഡസ്റ്റ് മാപ്പായിട്ട് കരുതപ്പെടുന്നത് ഏതാണ്, മെസൊപ്പൊട്ടോമിയൻ പ്ലേറ്റ്സ് ആണ് അല്ലേ, മെസൊപ്പൊട്ടോമിയൻ മാപ്പുകളാണ്. അതെന്തിലാണ് പ്രിപ്പയർ ചെയ്തത്, ബേക്ക്ഡ് ക്ലേ പ്ലേറ്റ്സ് എബൌട്ട് 5,000 years ago, 5000 വർഷങ്ങൾക്ക് മുൻപ് ക്ലേ പ്ലേറ്റ്സിൽ പ്രിപ്പയർ ചെയ്തിട്ടുള്ള മെസപ്പൊട്ടോമിയൻ മാപ്പുകളാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് കരുതപ്പെടുന്നത്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ കാണാം അല്ലേ, ഫസ്റ്റ് പിക്ചർ മെസപ്പൊട്ടോമിയൻ മാപ്പ്. അപ്പോൾ ഇതാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ട് കരുതപ്പെടുന്നത്. On these plates, there were specific lines and symbols that helped to depict the peculiarities of even small places. അപ്പോൾ ഇതിലെങ്ങനെയാണ്, സ്പെസിഫിക് ലൈൻസ് ആൻഡ് സിമ്പിൾസ് ഉണ്ട്. ഇത് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഡെപ്പിക്റ്റ് ദി പെക്യുലിയാരിറ്റീസ് ഓഫ് ഈവൻ സ്മോൾ പ്ലേസസ്. സ്മോൾ പ്ലേസസിനെ, ആ പ്ലേസസിനെ ഡെപ്പിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. Maps were prepared on leather and bronze plates during the period of the Greek philosopher Anaximander, who is believed to have prepared the first map. ഇനി ആദ്യത്തെ മാപ്പ് പ്രിപ്പയർ ചെയ്തതായിട്ട് കരുതപ്പെടുന്നത് അനാക്സിമാൻഡർ ആണ്. ദെൻ അന്ന് എങ്ങനെയായിരുന്നു, മാപ്സ് വെർ പ്രിപ്പയർഡ് ഓൺ ലെതർ ആൻഡ് ബ്രോൺസ് പ്ലേറ്റ്സ്. ലെതറിലും അതുപോലെ തന്നെ ബ്രോൺസിലുമായിരുന്നു ഈ ഒരു പീരീഡിൽ മാപ്സുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഗ്രീക്ക് ഫിലോസഫർ ആയിരുന്ന അനാക്സിമാൻഡർ അല്ലേ, അദ്ദേഹമാണ് പിന്നെ ഇങ്ങനെയുള്ള മാപ്പുകൾ പ്രിപ്പയർ ചെയ്തിരുന്നത്. ഇദ്ദേഹമാണ് എന്തായിട്ട് ഫസ്റ്റ് മാപ്പ് പ്രിപ്പയർ ചെയ്തതായിട്ട് കരുതപ്പെടുന്നത്.
The inventions of the Greek mathematician Eratosthenes and the contributions of astronomers like Hipparchus and Ptolemy helped more in preparing maps. ഇനി അതുപോലെ തന്നെ മാപ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ അല്ലെങ്കിൽ മാപ്പുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആളുകളാണ് ഗ്രീക്ക് മാത്തമാറ്റീഷ്യനായിട്ടുള്ള ഇറാസ്തോസ്തനീസ്. അതുപോലെ തന്നെ ആസ്ട്രോണമേഴ്സ് ആയിരുന്ന ഹിപ്പാർക്കസ്, ടോളമി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. The voyage by sailors and explorers like Columbus and Magellan led to the preparation of more accurate maps. അപ്പോൾ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പുകൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിലേക്ക് നയിച്ചത് എന്തായിരുന്നു? ഈ സെയിലേഴ്സ് ആയിട്ടുള്ള കൊളംബസിൻ്റെയും മെഗല്ലൻ എന്നിവരുടെ വോയേജുകളായിരുന്നു. Next one, Mercator. Mercator, who is known as the father of modern cartography, and Abraham Ortelius, who prepared an atlas by combining many maps, gave new insights into the making of modern maps. ഇനി father of modern cartography, മോഡേൺ കാർട്ടോഗ്രഫിയുടെ ഫാദറായിട്ട് അറിയപ്പെടുന്നത് ആരെയാണ്? മെർക്കാറ്ററാണ്. Who prepared Abraham Ortelius, who prepared an atlas by combining many maps. ഒരുപാട് മാപ്സുകൾ കമ്പൈൻ ചെയ്ത് നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? അറ്റ്ലസ്. അപ്പോൾ അങ്ങനെ ഒരു അറ്റ്ലസ് പ്രിപ്പയർ ചെയ്തത്, മെനി മാപ്സുകൾ കമ്പൈൻ ചെയ്തുകൊണ്ട് അറ്റ്ലസ് ഉണ്ടാക്കിയത് ആരാണ്? അബ്രഹാം ഓർട്ടേലിയസ്. അപ്പോൾ ഈ ഒരു മോഡേൺ മാപ്സിൻ്റെ മേക്കിംഗ് ഓഫ് മോഡേൺ മാപ്സിൽ ഒരു ന്യൂ ഇൻസൈറ്റ്സ് നൽകിയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ. The contributions of Greek, Roman and Arab and Indian geographers to the development of modern cartography are significant. അപ്പോൾ അതുപോലെ തന്നെ ഗ്രീക്ക്, റോമൻ, അറബ്, അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫേഴ്സ് ഇവരെല്ലാവരും തന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. മോഡേൺ കാർട്ടോഗ്രഫിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു കാർട്ടോഗ്രഫിയിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നൽകിയെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കാർട്ടോഗ്രഫി? Cartography. The term cartography was derived from the French words carte and graphic. കാർട്ടോഗ്രഫി എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തു വന്നത്, വേർതിരിഞ്ഞു വന്നത് രണ്ട് വാക്കുകളിൽ നിന്നാണ്. ഫ്രഞ്ച് വേർഡാണത്. ഒന്ന് എന്താണ്? കാർട്ടെ, മറ്റൊന്ന് ഗ്രാഫിക്. കാർട്ടെ മീൻസ് മാപ്പ് ആൻഡ് ഗ്രാഫിക് മീൻസ് ഡ്രോയിങ്. കാർട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? മാപ്പ് എന്നും, അതുപോലെ തന്നെ ഗ്രാഫിക് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്, അതാണ് അർത്ഥം. കാർട്ടോഗ്രഫി ഈസ് ദി സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. അപ്പം എന്താ കാർട്ടോഗ്രഫി? കാർട്ടോഗ്രഫി ഈസ് ദി സയൻസ് ഓഫ് മാപ്പ് മേക്കിംഗ്. മാപ്പ് മേക്കിങ്ങിൻ്റെ സയൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കാർട്ടോഗ്രഫി. വൺ ഹൂ പ്രിപ്പയേഴ്സ് മാപ്സ് ഈസ് നോൺ ആസ് കാർട്ടോഗ്രാഫർ. അപ്പം ആരാണോ മാപ്പുകൾ പ്രിപ്പയർ ചെയ്യുന്നത് അവരെ എന്ത് വിളിക്കുന്നുണ്ട്? കാർട്ടോഗ്രാഫർ എന്നും. നെക്സ്റ്റ് വൺ, സ്കെച്ച് ആൻഡ് പ്ലാൻ. See the pictures. These are the two different pictures of the same locality. What differences that can you observe? ഇപ്പം നിങ്ങൾക്ക് ഇവിടെ രണ്ട് പിക്ചർ കാണാം അല്ലേ? ഒരേ ലൊക്കാലിറ്റിയുടെ തന്നെ രണ്ട് ഡിഫറെൻറ്റ് പിക്ചേഴ്സാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്തൊക്കെ ഡിഫറൻസസ് ആണ് നമുക്കതിൽ കാണാൻ പറ്റുന്നത്? നോക്കാം. നമുക്ക് രണ്ട് പിക്ചറും കൂടെ നോക്കുമ്പോൾ, രണ്ട് പിക്ചേഴ്സും അനലൈസ് ചെയ്യുമ്പോൾ എന്തൊക്കെ ഡിഫറൻസസുകളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പിക്ചറിൽ, അതായത് പിക്ചർ എ അല്ലേ, അതിൽ ആരോ മാർക്സ് ടു റീച്ച് ദ ഡെസ്റ്റിനേഷൻ ആർ ഗിവൺ ഇൻ പിക്ചർ എ വൈൽ ദേ ആർ ആബ്സെൻറ്റ് ഇൻ പിക്ചർ ബി. അപ്പം ആദ്യത്തെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം അതിലെന്താണ്? ഓരോ ഡെസ്റ്റിനേഷനിലേക്കും എത്താൻ വേണ്ടിയിട്ട് ഒരു ആരോ മാർക്സ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പിക്ചർ ബിയിൽ അത് കാണാനുണ്ടോ? ഇല്ല അല്ലേ? രണ്ടാമത്തെ പിക്ചറിൽ അത് കാണുന്നില്ല. ഇനി അടുത്തൊരു ഡിഫറൻസ് എന്താണ്? പിക്ചർ ബി ഹാസ് എ സ്കെയിൽ ആൻഡ് സിംബൽ ഷോയിങ് ദി നോർത്ത് ഡയറക്ഷൻ വൈൽ ദേ ആർ ആബ്സെൻറ്റ് ഇൻ പിക്ചർ എ. അടുത്തൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പിക്ചർ ബിയിൽ, അതായത് രണ്ടാമത്തെ പിക്ചറിൽ നിങ്ങൾക്കൊരു സ്കെയിൽ കാണാം അല്ലേ? സ്കെയിൽ അവിടെ എഴുതിയിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ ടു 10 മീറ്റർ എന്നുള്ളത്. അതുപോലെ തന്നെ മുകളിലായിട്ട് ഒരു ഡയറക്ഷൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, നോർത്ത് ഡയറക്ഷൻ. അപ്പോൾ ഇത് രണ്ടും എന്തുണ്ട്? രണ്ടാമത്തെ പിക്ചർ ബിയിലുണ്ട്. പക്ഷെ അത് നമുക്ക് ഏതിൽ കാണാനില്ല? ഒന്നാമത്തെ പിക്ചറിൽ നമുക്കത് കാണാൻ കഴിയില്ല.
ഇനി അടുത്തൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ പിക്ചർ എ ദ ഡീറ്റെയിൽസ് required to reach the destination alone are given, while picture B shows all the details of that place. ഒന്നാമത്തെ പിക്ചറിൽ എന്തുണ്ട്, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ ആവശ്യമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ രണ്ടാമത്തെ പിക്ചറിൽ നമുക്ക് എന്ത് കാണാം, ആ ഒരു പ്ലേസിലുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. ഒരുപാട് കാര്യങ്ങൾ അവിടെ ആ ട്രീസും അതുപോലെ തന്നെ ബിൽഡിങ്സുകളും ഒക്കെ തന്നെ നമുക്ക് രണ്ടാമത്തെ പിക്ചറിൽ കാണാം. അപ്പോൾ ഈ രണ്ട് പിക്ചറുകളും തമ്മിൽ നമ്മൾ പറഞ്ഞു സെയിം പ്ലേസിൻ്റെ ആണ്, പക്ഷേ രണ്ടും തമ്മിൽ ഒരുപാട് ഡിഫറൻസുകൾ കാണുന്നുണ്ട്. അപ്പം എന്താന്ന് നോക്കാം. പിക്ചർ എ ഗീവ്സ് ദി സ്കെച്ച് ഷോയിങ് ദി വേ ടു രാമൂസ് സ്കൂൾ. Ramu has marked in the sketch the way to his school to enable his friend Gobu, a student of another school, to reach his school. There are no symbols to show the direction or to measure the distance in picture A as shown in picture B. But still Ramu succeeds in guiding his friend Gobu to his school. അപ്പോൾ എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. പിക്ചർ എയിൽ എന്താണ്, ഒരു സ്കെച്ചാണ്. പിക്ചർ എ എന്ന് പറയുന്നത് ഒരു സ്കെച്ചാണ്. അത് എന്താണ്, രാമുവിൻ്റെ സ്കൂളിലേക്ക് എത്താനുള്ള വഴി കാണിച്ചുകൊണ്ടുള്ള ഒരു സ്കെച്ചാണ് പിക്ചർ എ. അപ്പോൾ അതിൽ രാമു ഹാസ് മാർക്ക്ഡ് ഇൻ ദ സ്കെച്ച് ദ വേ ടു ഹിസ് സ്കൂൾ. രാമു തൻ്റെ ഫ്രണ്ടായിട്ടുള്ള ഗോപു പഠിക്കുന്നത് മറ്റൊരു സ്കൂളിലാണ്. അപ്പോൾ രാമു തൻ്റെ ഫ്രണ്ടായ ഗോപുവിന് തൻ്റെ സ്കൂളിലേക്ക് എത്താനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു സ്കെച്ച് വരച്ചതാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല, ദർ ആർ നോ സിംബൽസ് ടു ഷോ ദ ഡയറക്ഷൻ ഓർ ടു മെഷർ ദ ഡിസ്റ്റൻസ് ഇൻ പിക്ചർ എ ആസ് ഷോൺ ഇൻ പിക്ചർ ബി. അപ്പോൾ ആ രണ്ടാമത്തെ പിക്ചറിലുള്ള പോലെ എന്തില്ല, സ്കെയിലോ അതുപോലെ തന്നെ ഡയറക്ഷനോ ഒന്നും തന്നെ ഒന്നാമത്തെ പിക്ചറിലില്ല. പക്ഷെ എന്താണ്, ബട്ട് സ്റ്റിൽ രാമു സക്സീഡ്സ് ഇൻ ഗൈഡിങ് ഹിസ് ഫ്രണ്ട് ഗോപു ടു ഹിസ് സ്കൂൾ. പക്ഷെ രാമുവിന് എന്ത് സാധിച്ചിട്ടുണ്ട്, തൻ്റെ ഫ്രണ്ടായ ഗോപുവിന് തൻ്റെ സ്കൂളിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ അതിൽ രാമു വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സ്കെച്ചാണ് വരച്ചതെങ്കിൽ കൂടിയിട്ട് കൃത്യമായിട്ട് രാമുവിൻ്റെ സ്കൂളിൽ എത്താൻ വേണ്ടിയിട്ട് ഗോപുവിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു രാമു വരച്ചത് ഒരു സ്കെച്ചാണെന്നല്ലേ. അപ്പോൾ എന്താണ് സ്കെച്ച്? വാട്ട് ഈസ് സ്കെച്ച്? Sketches are drawings having limited information about a place, drawn from one's own memory or by observing that place. അപ്പോൾ എന്താണ് സ്കെച്ച് എന്ന് പറഞ്ഞാൽ? സ്കെച്ചസ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ്സ് ഹാവിങ് ലിമിറ്റഡ് ഇൻഫോർമേഷൻ എബൌട്ട് എ പ്ലേസ്. ഒരു പ്ലേസിനെ കുറിച്ചിട്ടുള്ള ലിമിറ്റഡ് ഇൻഫോർമേഷൻസ് വെച്ച് വരയ്ക്കുന്നതാണ് സ്കെച്ച്. അതെങ്ങനെയായിരിക്കും? ഡ്രോൺ ഫ്രം വൺസ് ഓൺ മെമ്മറി, ഒരാളുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഓർ ബൈ ഒബ്സർവിങ് ദാറ്റ് പ്ലേസ്, ആ പ്ലേസിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ അയാളുടെ ഓർമ്മയിൽ നിന്ന് എടുത്ത് വരയ്ക്കുന്നതോ ആയിട്ടുള്ള ഒരു പ്ലേസിനെ കുറിച്ചുള്ള ലിമിറ്റഡ് ഇൻഫോർമേഷനുള്ള ഡ്രോയിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്കെച്ച് എന്ന് പറയുന്നത്. എന്നാൽ അടുത്ത പിക്ചർ എന്ന് പറയുന്നത് ഒരു പ്ലാൻ ആണ്. അപ്പോൾ എന്താണ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ നോക്കാം. പ്ലാൻസ് ആർ പ്രിപ്പയർഡ് ബേസ്ഡ് ഓൺ എക്സാക്ട് മെഷർമെൻറ്റ്സ്, ലൊക്കേഷൻ ഡീറ്റെയിൽസ്, സ്കെയിൽസ് ആൻഡ് ഡയറക്ഷൻ. പ്ലാൻസ് എന്ന് പറയുന്നത് അത് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? എക്സാക്റ്റ് മെഷർമെൻറ്റ്സുകൾ, അതുപോലെ തന്നെ ലൊക്കേഷൻ ഡീറ്റെയിൽസുകൾ, സ്കെയിൽസ്, ഡയറക്ഷൻ, ഇതെല്ലാം തന്നെ യൂസ് ചെയ്തുകൊണ്ട് വരയ്ക്കുന്നവയാണ് പ്ലാൻസുകൾ. അപ്പോൾ നമ്മൾ പിക്ചർ ബി എന്നുള്ളത് എന്താണ്? ഷോസ് ദ പ്ലാൻ ഓഫ് ദി പ്ലേസ് വേർ രാമുസ് സ്കൂൾ ഈസ് ലൊക്കേറ്റഡ്. അപ്പോൾ പിക്ചർ ബി എന്നുള്ളത് ഏത് പ്ലേസ് തന്നെയാണ്? രാമുവിൻ്റെ സ്കൂള് ലൊക്കേറ്റ് ചെയ്യുന്ന പ്ലേസ് ആണ്. പക്ഷെ അതിൻ്റെ ഒരു പ്ലാൻ ആണ് എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ സ്കെച്ചും പ്ലാനും തമ്മിലുള്ള വ്യത്യാസം. സ്കെച്ചസ് എന്താണ്, പ്ലാൻസ് എന്താണെന്നുള്ളത്. സ്കെച്ചസ് ആർ ഡ്രോയിങ്സ് ഹാവിങ് ലിമിറ്റഡ് ഇൻഫോർമേഷൻ അബൌട്ട് എ പ്ലേസ് ഡ്രോൺ ഫ്രം വൺസ് ഓൺ മെമ്മറി ഓർ ബൈ ഒബ്സർവിങ് ദാറ്റ് പ്ലേസ്. But plans are prepared based on exact measurements, location details, scales and direction. അപ്പോൾ ഇതാണ് സ്കെച്ചും പ്ലാനും തമ്മിലുള്ള. That's all for today. We can revise the points once again. First, we have discussed the sea voyages of Christopher Columbus, Ferdinand Magellan and Lieutenant Commander Abhilash Tomy. After that, we have discussed the importance of
maps. Then after that we have discussed the different types of maps are used in different fields. Then after that we have discussed the history of maps. And last we have discussed the sketch and plan. Okay, as usual, I am going to an assignment for you. The question is, write a note on history of maps. Once again, write a note on history of maps. Okay, see you in the next session. Thank you.